ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി കുറച്ചായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഒരുങ്ങി കിട്ടി ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ്. നട്ടുച്ച നേരത്തും ഇവിടെ ട്രാഫിക് ഉണ്ടെന്ന് കണ്ടിട്ട് സത്യം പറയാലോ പകച്ചു പോയി ഞാൻ. ബാംഗ്ലൂർ കുറച്ചെങ്കിലും ട്രാഫിക് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഉച്ച സമയത്താണ്. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 എന്നാണ് കേട്ടോ ഇത്തവണ ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. തായ്ലൻഡ് ട്രിപ്പിന് ടെർമിനൽ 2 എന്നാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ടെർമിനൽ 1 വെച്ച് നോക്കുമ്പോൾ ടെർമിനൽ 2 വൻ സെറ്റപ്പാണ്. രാത്രി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അവിടെ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ആ വഴിയും കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ ടെർമിനൽ 1 എത്തിയിട്ടുണ്ട്. ഇനി ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. അതിപ്പോൾ ഒറ്റയ്ക്കായാലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ലോങ് ട്രിപ്പ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒറ്റയ്ക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും ഞാൻ നോർമൽ ടൈമിനേക്കാൾ വളരെ നേരത്തെ തന്നെ സ്ഥലത്തെത്തും. എനിക്ക് സമാധാനമായിട്ട് അധികം ധൃതിയൊന്നും പിടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് താല്പര്യം. ഇപ്രാവശ്യം ഞാൻ ലോഞ്ചിലേക്കൊന്നും പോയില്ല കേട്ടോ. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് നേരെ ഗേറ്റിലേക്കാണ് പോയത്. അവിടെ ഇട്ടാവട്ടത്ത് ചുറ്റിക്കറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്പി ക്രീമിൽ ഞാനൊരു ഡോനറ്റും വാങ്ങി കഴിച്ചു. രാവിലെ ഒരു ദോശ മാത്രമേ കഴിച്ചുള്ളൂ. ഇപ്പോൾ സമയം 4:10. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോണത്. ഇപ്രാവശ്യം വിൻഡോ സീറ്റ് ഇല്ല. അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രം വന്നത് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നപ്പോഴാണ്. എൻ്റെ UG കോളേജിൽ പഠിച്ച ഫ്രണ്ട് അമൃത ട്രിവാൻഡ്രംകാരിയാണ് കേട്ടോ. പിന്നെ അവളെ കാണാനായിട്ട് ഞാൻ 2022-ലും 2024-ലും ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ 2025-ലും വരാൻ പറ്റി. ഏട്ടൻ്റെയും എൻ്റെയും കോമൺ ഫ്രണ്ട്സിൻ്റെ കല്യാണം കൂടാനാണ് മെയിനായിട്ട് ഇത്തവണ ട്രിവാൻഡ്രം വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഏട്ടനെ ഫോൺ വിളിച്ചു. ഏട്ടനൊക്കെ 2 ദിവസം മുന്നേ തന്നെ ട്രിവാൻഡ്രം എത്തിയതുകൊണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ മാത്രമല്ല ബാംഗ്ലൂരുള്ള എൻ്റെ കസിൻസും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഈ സെയിം വെഡ്ഡിങ് കൂടാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടുന്നോ വണ്ടിയൊക്കെ ഒപ്പിച്ചിട്ട് ഏട്ടൻ എന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്നു. ഞാനില്ലാത്തപ്പോൾ മിസ് ചെയ്തോ? ഓ മൈ ഗോഡ്, ഈ കഥകളൊക്കെ ഞാൻ കേൾക്കണം. എയർപോർട്ടിൽ നിന്ന് നേരെ സ്റ്റേയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ പകുതിക്ക് വെച്ചിട്ട് ഫ്രണ്ട്സും കസിൻസൊക്കെ കല്യാണ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ സ്റ്റേയിലേക്കൊക്കെ എത്തി ഫ്രഷായി ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോവും. അതുകൊണ്ട് വന്ന കോലത്തിൽ തന്നെ നേരെ ഞങ്ങളും ഇങ്ങോട്ട് തന്നെ പോന്നു. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചന്തമിനുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കൻ ദേ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് മൈലാഞ്ചി ചടങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. പുയ്യാപ്ല എയർപോർട്ടിൽ നിന്ന് നേരെ വന്നതാണല്ലോ. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിഹാലിൻ്റെ റൂമിലേക്ക് പോയി. പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഞാനും ഏട്ടനും. ഫസ്റ്റ് റൗണ്ട് ഫുഡ് അടിക്കാനായിട്ട് നിഹാൽ ഞങ്ങളുടെ കൂടെ ഇരുന്നു. പൊറോട്ടയും നല്ല കോഴിക്കറിയായിരുന്നു, ചപ്പാത്തിയും വെജ് കറിയും പിന്നെ ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞാനും ഏട്ടനും നേരത്തെ തന്നെ എത്തി. ബാക്കി എല്ലാവരും ഓരോ സെറ്റായിട്ട് മെല്ലെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ന്യൂ ഇയറിലെ ഫസ്റ്റ് ഫംഗ്ഷനാണ് കേട്ടോ അത്. കഴിഞ്ഞ വർഷം ന്യൂ ഇയറൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിരുന്നു എല്ലാവരും കൂടെ. ഇത്തവണ പിന്നെ മിക്കവരും ഒരുമിച്ചില്ലാത്തതുകൊണ്ട് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗെറ്റ് ടുഗെദറും കൂടെ ആവുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലേക്കും പോകണമായിരുന്നു. പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയില്ല. ഇനിയിപ്പോൾ എന്തായാലും നിഹാലിൻ്റെ വീട്ടിലെല്ലാവരും കൂടാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് ക്ഷീണം മാറ്റാൻ ഇരുന്നപ്പോഴാണ് ഏട്ടൻ്റെ ഈ കലാവിരുത്. ആ കിട്ടിയ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുന്ന വിക്രസൊക്കെ ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ച് വന്നപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം കളിയും ചിരിയും വർത്താനം ഒക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അവിടെ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തു. അതില്ലാതെ എനിക്ക് എന്താ ആഘോഷം. ആകൊരു തിരക്ക്. വാ വാ വാ. ഫോട്ടോ എടുക്കുമ്പോ വീഡിയോക്ക് പോസ് ചെയ്യും, വീഡിയോ എടുക്കുമ്പോ ഫോട്ടോയ്ക്കും പോസ് ചെയ്യും. ബൈ ബൈ. കല്യാണം കല്യാണം ശരിക്കും കല്യാണ വീഡിയോ. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇനി സ്റ്റേയിലേക്ക് പോവുകയാണ്.
ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. മാളവിക ബ്ലാക്ക് ബീച്ച് റിസോർട്ട്. ഇത് വർക്കലയാണേ. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാനായിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെയൊക്കെ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി നോക്കി നോക്കാം. ഇതാണ് എൻ്റെയും ഏട്ടൻ്റെയും റൂം. പ്രിറ്റി ഡീസൻ്റ് ആണ് കേട്ടോ. ബാക്കി എല്ലാവരുടെയും റൂം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഒരു റൂമിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്യാനായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ബോറടി ഇല്ലാതെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇവരൊക്കെയാണ് കേട്ടോ. വീക്കെൻഡ്സ് ഇടയ്ക്കുള്ള ഗെറ്റ് ടുഗെദറും ഔട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ഒരു രസം തന്നെയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ സൊറപറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അപ്പന റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. ട്രിവാൻഡ്രത്ത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നാണ് ദി ഡേ, കല്യാണ ദിവസം. രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ടടുത്താണ് കേട്ടോ ഈ കഫേ ഉള്ളത്. ഞാനൊരു മുട്ടദോശയാണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജിഞ്ചർ ലെമൺ ഹണി ടീയും കൂടെ കുടിച്ചു. ഫുഡ് ഐഡിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ബീച്ചിൻ്റെ അവിടേക്കാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഞാനൊഴികെ ബാക്കി എല്ലാവരും ഇവിടെ 2 ദിവസം മുന്നേ തന്നെ എത്തിയോണ്ട് ഇവരൊക്കെ എല്ലായിടത്തും ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തിനാണെങ്കിലും എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തിയിട്ട് ബീച്ച് പോകണം എന്നുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വർക്കല ക്ലിഫിൽ ഇതിന് മുന്നേ ഞാനൊരു വട്ടം വന്നിട്ടുണ്ട്. അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബീച്ചിലേക്ക് എത്ര വട്ടമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോകാൻ ഇഷ്ടമാണ്. ഒട്ടും മടുക്കില്ല. ഇവിടുത്തെ ബീച്ചിനൊരു ബ്ലൂയിഷ് ടിൻ്റ് ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ടൈമൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് താഴെ വരെ ഒന്ന് പോയിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകണം. ഇവിടെ സൈഡിൽ കുറേ റെസ്റ്റോ ബാർസും കഫേയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ റിസോർട്ട്സും ഉണ്ട്. ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് നല്ല സ്റ്റേക്കൊക്കെ പറ്റിയ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടേ. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോന്നു. ഞാനും ഏട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് വേണം ഇനി ഇവിടുന്ന് പോകാനായിട്ട്. റെഡി ആയവർ ഓരോരുത്തരായിട്ട് കെട്ടും വാണ്ടൊക്കെ പെറുക്കി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്ന ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ്. അടുത്തത് ആരൊക്കെ ഏതൊക്കെ വണ്ടിയിൽ എങ്ങനെ കുത്തിത്തിരിക്കി പോകുന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ലഗേജും കൂടെ ഉണ്ടല്ലോ വെക്കാനായിട്ട്. ഇത് ഫറയ്ക്കും നിഹാലിനും കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാർഡ്സ് ആണേ. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ വണ്ടിയിലായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. ആറ്റിങ്ങലിലുള്ള സൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. വർക്കലയിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് ഒരു 35 മിനിറ്റൊക്കെ എടുത്തു. ഓരോരുത്തരായിട്ട് എത്തുന്നേ ഉള്ളൂ. എല്ലാവരും എത്തിയിട്ട് ഒരുമിച്ച് മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് വെയിറ്റിംഗ് ആണ്. വെറുതെ ഇരിക്കുന്ന ടൈമിൽ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രധാന വിനോദം. ഉള്ളിലേക്ക് കയറിയതും വെൽക്കം ഡ്രിങ്ക് കുടിച്ചങ്ങോട്ട് തുടങ്ങി. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. പലതരം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലൂ കളർ ജ്യൂസ് ഒഴിച്ച് ബാക്കി എല്ലാതും ടേസ്റ്റ് ചെയ്തു. സ്നാക്സ് ആയിട്ട് ബജിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഓൾറെഡി തീരെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഈ ജ്യൂസും കൂടെ കുടിച്ചപ്പോൾ എൻ്റെ ഏതാണ്ട് ഫുള്ളായ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി. ഫറയുടെ നിഹാലിൻ്റെയും കല്യാണമാണ്. എനിക്ക് അവരെ രണ്ടുപേരും വെഡ്ഡിങ് അറ്റയറിൽ കാണാനായിട്ട് ക്ഷമ കെട്ടിരിക്കുകയായിരുന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയത് കുറച്ച് ബാക്കിലായിട്ടാണേ. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫറ എത്തി.
അണിഞ്ഞൊരുങ്ങി കാണാനായിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഫറ. ഇനി എന്തായാലും നമുക്ക് ബാക്കി പരിപാടികളും കൂടെ കാണാം. ബാക്കിലായതുകൊണ്ട് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് കുറച്ചൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ക്യാമറമാനും ബാക്കി ആൾക്കാരും കൂട്ടം കൂടി നിന്നുകൊണ്ട് പ്രോപ്പറായിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്റ്റേജിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു. നിഹാലിനെയും ഫറേനെയും കണ്ടിട്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു. ബാക്കി ചടങ്ങുകളൊക്കെ ഞാൻ പിന്നെ അവിടെ നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഫോട്ടോ സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് ബാക്കി എല്ലാവരുടെയും അടുത്തേക്ക് തന്നെ പോയി. ക്രൗഡ് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേജിൽ പോയിട്ട് ഒരു പിക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ടോ. ആദ്യം തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു രണ്ടുപേർക്കും. എന്ത് തോന്നുന്നു? പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കലാപരിപാടിയായിരുന്നു കുറച്ച് നേരം. ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും. ഫോട്ടോ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പാകത്തിന് ചെയറും ടേബിളൊക്കെ ഒപ്പിച്ചു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു, പ്രത്യേകിച്ചും ചിക്കൻ ഫ്രൈ. അതിൻ്റെ മസാല ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനൊരു ഐസ്ക്രീം കൂടെ കഴിച്ചു. മൊത്തത്തിൽ നല്ല ഹെവി ആയിരുന്നു ഫുഡൊക്കെ. എല്ലാവരും ഫോട്ടോ സെഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു താറും ബെൻസും ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും പലതരത്തിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കിട്ടിയ ഒരു ചാൻസും ആരും തന്നെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹെവി ഫുഡായിരുന്നല്ലോ. പോരാത്തതിന് ബിരിയാണിയും. എല്ലാവരും തിന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. തല ചായ്ക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയ അപ്പം ഉറങ്ങിപ്പോകുന്നുള്ള നിലയിലായിരുന്നു കേട്ടോ ഞാനുണ്ടായിരുന്നത്. വീണ്ടും കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തൽക്കാലം പരിപാടി അവസാനിപ്പിച്ചു. എനിക്കും ഏട്ടനും എൻ്റെ ഫ്രണ്ട് അമൃതേനെ കാണാൻ പോകാനുണ്ട്. അവളെ കണ്ട് തിരിച്ചു വരുന്നവരെ തൽക്കാലം ഇവിടെയുള്ള എല്ലാവരും ബാക്കി പോസ്റ്റാക്കി. കാരണം ഒരു കാർ എടുത്തിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ദേ അമ്മൂനെയും വാവേനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. അമ്മു ട്രിവാൻഡ്രം ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ട്രിവാൻഡ്രം വരാനായിട്ട് തോന്നാറുള്ളത്. ആറ്റിങ്ങിൽ വെഡ്ഡിങ്ങിന് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയും മീറ്റ് ചെയ്യണമെന്ന് മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺ ഓഡിറ്റോറിയത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ഈ ആസ്ട്രോ ബർഗറിൽ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം റഷ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മു ഇവിടെ ചൂസ് ചെയ്തത്. അമ്മൂൻ്റെ വാവേനെ ഞാൻ ചുമ്പിടുന്നാണ് കേട്ടോ വിളിക്കുക. അവൻ ഏട്ടനായിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അവിടെ മീനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കി ഏട്ടൻ്റെ ഒപ്പം ഇരുന്നു അവൻ കുറേ നേരം. അവൻ 5 മാസം ഉള്ളപ്പോഴാണ് അമ്മു UK നിന്ന് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളെയും കാണാനായിട്ട്. ചുമ്പുടൂന് ഇപ്പോൾ 1 വയസ്സായി. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോണത്. ലഞ്ച് കഴിച്ച് നേരെ ഇറങ്ങിയോണ്ട് ആർക്കും തന്നെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടൊന്നും കഴിക്കാതെ പോകാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. അമ്മൂനും വാവയ്ക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് UK തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടെ കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. ട്രിവാൻഡ്രം വെഡ്ഡിങ്ങിന് വരുന്നതുകൊണ്ട് അമ്മൂനെ മീറ്റ് ചെയ്യുന്നതും കൂടെ ക്ലബ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് ടൈം കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും കാണാൻ പറ്റിയതിൽ, നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഹാപ്പിയാണ്. എപ്പോൾ ഞാനും അമ്മു മീറ്റ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രം വന്നപ്പോൾ ഉള്ള നല്ല മെമ്മറീസൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. വർക്കലയിൽ പോയതും കുറേ തേരാപ്പാര നടന്നതും കഫേ ഇറ്റാലിയാനോയിൽ പോയതും തെന്മലയിൽ പോയതും ഒക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. നല്ലോണം എൻജോയ് ചെയ്തിരുന്നു അതൊക്കെ അന്ന്. ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
അവിടെയുള്ള ഒരു ഊഞ്ഞാലിലാണ് ഇരുന്നത്. പൊട്ടി വീഴുമോ എന്ന പേടിയിലാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഇടയ്ക്ക് അതിൽ പോകുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ നേരത്തെ ചുമ്പുടുവിനെ ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആൾ നല്ല കലിപ്പിലായിരുന്നു. അങ്ങനെ അമ്മൂനെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോയി. എല്ലാവരും അവിടെ ഓപ്പോസിറ്റ് കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് ഇന്ന് തന്നെ കയറാനുണ്ട്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 6-6:30ക്കാണ് ബസ്. അതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലുലു മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ്റൂം അന്വേഷിച്ചിട്ടാണ് ആദ്യം ഞങ്ങൾ പോയത്. അവിടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറിയ മതിയായിരുന്നു. ആ ബുദ്ധി അപ്പോൾ തോന്നിയില്ല. എല്ലാവരുടെയും ലഗേജും കൂടെ ഉള്ളതുകൊണ്ട് അതും തൂക്കിയെടുത്തിട്ടാണ് മോളിൻ്റെ ഉള്ളിൽ ഫുൾ ഉലാത്തി നടന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരും എത്തി. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. ബസ് ടൈം ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. അവിടുന്ന് പിന്നെ ലൈറ്റായിട്ട് സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയൊന്നും വേറെ കഴിക്കുന്നുണ്ടാവില്ല. ബസ് ഏകദേശം കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടോ. അപ്പം അധികം ആൾക്കാരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 12-13 മണിക്കൂർ എടുക്കും ഇനി ബാംഗ്ലൂർ എന്ന് എത്താനായിട്ട്. എന്തായാലും കളർഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള 2 ദിവസമായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ.